ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതി ബംഗാളിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗാളിൽ വന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവർണർക്കെതിരായ ആരോപണത്തെക്കുറിച്ച് മൗനം പാലിച്ചു. ബംഗാളിൽ നിന്ന് കെ രാജേന്ദ്രൻ ചേരുന്നു. രാജേന്ദ്രൻ, ബംഗാളിലെ രാഷ്ട്രീയം അങ്ങേയറ്റം കലുഷിതമായിരിക്കുന്നു. നമുക്കറിയാം, സന്ദേശ് കാലി വിഷയം ഉയർത്തിക്കൊണ്ട് അവിടുത്തെ TMC സർക്കാരിനെതിരായ വലിയ പോരാട്ടം BJP ആരംഭിച്ചു. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്ത് CBIക്ക് കൈമാറി ജയിലിലാക്കി. അങ്ങനെ വലിയ ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം ഗവർണർ തന്നെ ഈ ഒരു പരാതിയിൽപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിക്ക് അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല, ബംഗാളിലെ BJP നേതാക്കൾക്കും മിണ്ടാട്ടമില്ല. രാജേന്ദ്രൻ, ഷമി, ഇത് ബംഗാളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ഇത് രാജ്യവ്യാപകമായി ഇതിൻ്റെ പ്രത്യേകത ഉണ്ടാകും. കാരണം സ്ത്രീ സുരക്ഷയാണ് അടിസ്ഥാന വിഷയം. ഈ സ്ത്രീ സുരക്ഷ ഒരു വലിയ പ്രചാരണ വിഷയമാക്കി BJP ഇതിനകം തന്നെ ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞു, വോട്ടർമാരെ സമീപിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി തന്നെ എല്ലാ സ്ഥലത്ത് ചെന്നാലും പ്രസംഗിക്കുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ്. എന്നാൽ രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഉത്തർപ്രദേശിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതാ ബ്രിജ്ഭൂഷൻ്റെ മകനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഗുസ്തിതാരങ്ങളെല്ലാം ലൈംഗിക പീഡനത്തിനിരയായി വനിതാ ഗുസ്തിതാരങ്ങളെല്ലാം ദീർഘകാലം അവർ ദില്ലിയിലെ തെരുവുകളിൽ സമരം ചെയ്തു. ബ്രിജ്ഭൂഷണെതിരെ നടപടി കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ബ്രിജ്ഭൂഷണെ മാറ്റി ബ്രിജ്ഭൂഷൺ നിർദ്ദേശിക്കുന്ന സ്വന്തം മകനെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നതെങ്കിൽ ഇവിടെയാവട്ടെ അത് കുറേ കൂടി തീവ്രമായ രീതിയിലാണ്. ഇവിടെ ഗവർണറായ ആനന്ദബോസിനെതിരെ ഉയർന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു പരാതിയാണ്. കാരണം അദ്ദേഹം രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതാണ് പരാതി. അതിന് പറയുന്നതെന്നാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്തു. അതായത് ആ താൽക്കാലിക ജീവനക്കാരി തന്നെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആനന്ദബോസിനെ സമീപിച്ചു. ആ സമയത്താണ് അദ്ദേഹം ഈ രീതിയിൽ ലൈംഗികാതിക്രമണം നടത്തിയത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രചാരണ വിഷയമാവുന്നതെന്നാൽ ഇവിടെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം സ്ത്രീ സുരക്ഷയാണ്. സന്ദേശ് കാലി എന്ന പ്രദേശത്ത് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവായ ഷാജഹാൻ ഷെയ്ഖ് ഭൂമി തട്ടിയെടുക്കുന്നതിൻ്റെ എല്ലാം ഭാഗമായി സ്ത്രീകളെ, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ വ്യാപകമായി ലൈംഗിക ചൂഷണം നടത്തിയെന്ന രീതിയിലുള്ള പരാതി വ്യാപകമാണ്. അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നു. ഈ ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോൾ അറസ്റ്റിലാണ്. ഇത് രണ്ട് രീതിയിലാണ് BJP വിനിയോഗിക്കുന്നത്. ഒന്ന്, സ്ത്രീ സുരക്ഷ സംരക്ഷിക്കുന്നതിൽ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇതിന് ഒരു വർഗീയത ആളിക്കത്തിക്കാനുള്ള, ഇതിലെ പ്രതിയുടെ മതം, അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്നതുകൊണ്ട് തന്നെ പ്രതിയുടെ മതം ഉയർത്തിക്കാണിച്ച് ഒരു മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാനും അങ്ങനെ ഭൂരിപക്ഷ വോട്ടുകൾ അങ്ങോട്ട് സമാഹരിക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ 3 പൊതുയോഗങ്ങൾ അഭിസംബോധന ചെയ്തു. 3ഇടത്തും അദ്ദേഹം ഉന്നയിച്ച വിഷയം സ്ത്രീ സുരക്ഷ, അതോടൊപ്പം തന്നെ സന്ദേശ് കാലി വിഷയം. ഇങ്ങനെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ളൊരു വിഷയം ഉന്നയിക്കുമ്പോഴാണ് BJPക്ക് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് BJPയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് നരേന്ദ്രമോദി നേരിട്ട് രാജ്ഭവനിൽ ഗവർണറായി നിയമിച്ച ആനന്ദബോസിനെതിരെ ഈ രീതിയിലുള്ളൊരു ലൈംഗിക പീഡന പരാതി വരുന്നത്. ഇതിനെങ്ങനെ നേരിടും എന്ന് അറിയാതെ ആകെ BJP നേതൃത്വം തന്നെ ബംഗാളിലെ BJP നേതൃത്വം പകച്ചു നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട, സ്ത്രീ സുരക്ഷ എന്ന അജണ്ട തന്നെ ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. ഇത് താഴെത്തട്ടിലെല്ലാം ചെന്നാൽ നമുക്ക് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രാമങ്ങളിലെല്ലാം പോകുന്ന സമയത്ത് ഇന്നലെല്ലാം തന്നെ പല ഗ്രാമീണരും ഇങ്ങോട്ട് ചോദിച്ചിരുന്നു, ഈ ആനന്ദബോസ് മലയാളിയല്ല, അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു, നിങ്ങളിതെല്ലാം അറിഞ്ഞില്ല, ആ രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലുണ്ടാക്കാവുന്ന പ്രതിഫലനം എന്ന് പറഞ്ഞാൽ അത് വളരെ തീവ്രമായിരിക്കും. പ്രതിപക്ഷം ഇതിനകം തന്നെ, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായ CPM-ഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം തന്നെ ആനന്ദബോസിനെ നീക്കണമെന്ന് ഇതിനകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ബംഗാൾ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി ആനന്ദബോസിനെതിരായ പരാതി മാറിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഈ 2 വിഷയങ്ങൾ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പോരാ. ഇപ്പോൾ കർണാടകയിൽ പ്രഗ്വൽ രേവണ്ണയ്ക്കെതിരെ എത്ര വലിയ ആരോപണമാണ് ഉയർന്നു വന്നത്. 400-ലധികം സ്ത്രീകളെ ഇയാൾ മാനഭംഗപ്പെടുത്തി. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പരാതി, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ നൽകിയിരിക്കുന്ന പരാതി, തോക്ക് ചൂണ്ടി ഇയാൾ നിരന്തരമായി പീഡിപ്പിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള, സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ അടക്കമുള്ള ബന്ധുക്കളെ, അതുപോലെ തന്നെ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെ അടക്കം പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം 1 വർഷം മുമ്പ് പുറത്തു വന്നിട്ടും അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ് പ്രഗ്വലിന് വോട്ട് ചെയ്യുന്നത് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്ന്. ഇത്രമാത്രം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ആൾക്കാരാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടെന്ന സന്ദർഭമാണ് ഇപ്പോൾ ഈ ആനന്ദബോസിൻ്റെ വിഷയമടക്കം ചർച്ചയാകുമ്പോൾ. രാജേന്ദ്രൻ,
തീർച്ചയായിട്ടും ഇത് ഈ ഒരു വിഷയത്തിൽ കർണാടകത്തിലെ വിഷയത്തിലോ യു പിയിലെ വിഷയത്തിലോ ഇപ്പോൾ ബംഗാളത്തിലെ വിഷയത്തിലോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ ബിൽക്കീസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ അതിൽ കോടതി ശിക്ഷിച്ച 2 കോടതികൾ വിചാരണ കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ച ഈ കൊടും കുറ്റവാളികളെ അവർ ബ്രാഹ്മണരാണെന്ന കാരണം പറഞ്ഞാണ് അവരെല്ലാം തന്നെ കുറ്റമുക്തരാക്കിയിരുന്നത്. അത് സുപ്രീം കോടതിക്ക് അത് തിരുത്തേണ്ടി വന്നു. മോഡി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. അതുപോലെ ബ്രിജുഭൂഷൺ അതീവ ഗുരുതരമായ രീതിയിലുള്ള ആരോപണമാണ് ബ്രിജുഭൂഷണെതിരെ ഉയർന്നിരുന്നത്. ഗുസ്തിതാരങ്ങൾ സമരം ചെയ്തു, ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ബ്രിജുഭൂഷൻ്റെ നിർദ്ദേശപ്രകാരം സ്വന്തം മകനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇവിടെ ഈ ഗവർണർ ആനന്ദ ബോസിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടാനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹം കുച്ച് ബിഹാർ സന്ദർശിച്ച് ഒരു പരസ്യമായ രീതിയിലല്ലെങ്കിലും ഏതാണ്ട് ജനങ്ങൾക്കെല്ലാം തന്നെ എന്താണ് തൻ്റെ രാഷ്ട്രീയ സന്ദേശം എന്ന രീതിയിൽ ചില സന്ദേശങ്ങൾ നൽകാനായി അവിടെ പോകാൻ തീരുമാനിച്ചു. കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തെ അതിൽ നിന്നും നീക്കം ചെയ്തത്. ആ കോടതി വിലക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ അജണ്ട പരസ്യമായ രീതിയിൽ രാജ്ഭവനിലിരുന്ന് നടപ്പിലാക്കുന്ന ആനന്ദ് ബോസിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നാൽ സ്വാഭാവികമായും അത് ബംഗാളിൽ മാത്രമല്ല രാജ്യത്തുടനീളം അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. ബംഗാളിൻ്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ 2 ഘട്ടം മാത്രമാണ് ഇവിടെ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി 36 മണ്ഡലങ്ങളിൽ വരുന്ന 5 ഘട്ടങ്ങളിലായി പോളിംഗ് നടക്കാനിരിക്കുകയാണ്. ആ മണ്ഡലങ്ങളെല്ലാം തന്നെ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇവിടെ ആകെ 42 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ കിട്ടി. കഴിഞ്ഞ തവണ BJP വൻ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. ഇത്തവണ ഈ 18 സീറ്റുകൾ നിലനിർത്തിയാൽ പോരാ. കാരണം BJPക്ക് നന്നായി അറിയാം പല സംസ്ഥാനങ്ങളും കനത്ത തിരിച്ചടി നേരിടാൻ പോവുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പോലും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് BJPക്ക് അവിടെ സീറ്റുകൾ കുറയും. ബീഹാറിൽ കനത്ത തിരിച്ചടി ഉണ്ടാവും, മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി ഉണ്ടാവും, കർണാടകത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാവും, ദില്ലിയിൽ കനത്ത തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ BJPക്ക് കുറയുന്ന സീറ്റുകളുടെ എല്ലാം ആ ഒരു നഷ്ടം നികത്താനായി അവർ കാണുന്നൊരു സംസ്ഥാനം ബംഗാളാണ്. ഇവിടെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തുന്ന ഒരു സംസ്ഥാനം ബംഗാളാണ്. കഴിഞ്ഞ ദിവസം മൂന്ന് മണ്ഡലങ്ങളിലാണ് അദ്ദേഹം വൻ റാലികൾ നടത്തിയത്. വീണ്ടും ഇവിടെ വരാൻ പോകുന്നു. എല്ലാ ഘട്ടങ്ങൾക്കും മുമ്പ് അദ്ദേഹം ഇവിടെ വരാൻ പോകുന്നു. ഇവിടെ നിന്ന് ബംഗാളിൽ നിന്ന് ചുരുങ്ങിയതൊരു 30 മുതൽ 35 വരെ സീറ്റുകൾ പിടിച്ചാൽ മാത്രമേ ദേശീയ തലത്തിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം എന്ന ആ ഒരു ലക്ഷ്യമെങ്കിലും നിറവേറ്റാൻ സാധിക്കൂ എന്നാണ് ബംഗാളിലെ എല്ലാം തന്നെ BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. BJP നേതാക്കളുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ദുഷ്കരമാണ്, അവർക്ക് സീറ്റുകൾ കുറയാനാണ് സാധ്യത. പക്ഷേ അതിനിടയിലാണ് വളരെ പെട്ടെന്ന് മോദിയുടെ ഏറ്റവും വിശ്വസനായി അറിയപ്പെടുന്ന ബംഗാൾ ഗവർണർ ആനന്ദ് ബോസിനെതിരെ ഇത്തരമൊരു പരാതി വന്നിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായാൽ യാതൊരു സംശയവും വേണ്ട, BJPക്ക് ബംഗാളിൽ കനത്ത തിരിച്ചടിയുണ്ടാവും. രാജേന്ദ്രൻ, നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് ഇപ്പോൾ 2014 UPA സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് അണ്ണാ ഹസാരയുടെ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം അവർ നടത്തി, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒപ്പം നിർഭയയുടെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ ജനരോഷം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ 10 വർഷത്തെ ഭരണം കഴിയുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. കാരണം ഈ സന്ദേശ് കാലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ ബസിർഹട്ട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഒരു സന്ദേശ് കാലിയിലെ ഇരയെ, ഒരു രാഖി പത്ര എന്ന് പറയുന്ന ഒരു ഇരയെയാണ് BJP അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് അവർ ഏത് വിഷയവും ഏതറ്റവും ഉപയോഗിക്കും. അതേസമയം തങ്ങളുടെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തെറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാർ ഇതിൽ പെടുമ്പോൾ ഒരക്ഷരവും അവർ മിണ്ടില്ല. ബ്രിജുഭൂഷന് പകരം മകന് സീറ്റ് കൊടുക്കും, ആനന്ദ് ബോസിൻ്റെ കാര്യത്തിൽ മിണ്ടാതിരിക്കും, പ്രഗുൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കും. അതാണ് BJPയുടെ പോളിസി. അവരുടെ ഇരട്ടത്താപ്പ് എത്രമാത്രം സ്ത്രീശക്തിയും നാരീശക്തിയും എത്രമാത്രം എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയെല്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടിരുന്ന ഈ ഒരു മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാരീശക്തി, സ്ത്രീശക്തി, അതുപോലെ ബേട്ടി ബച്ചാവോ, ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഈ BJP നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി നാരീശക്തി എന്ന് പറഞ്ഞ് കേരളത്തിൽ വരെ വന്ന് തൃശ്ശൂരിലെല്ലാം വലിയ റാലി നടത്തിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും ശബ്ദിക്കുന്നേയില്ല. ഈ നാരീശക്തിയെ പറ്റിയിട്ട്, അതുപോലെ ബേട്ടി ബച്ചാവോ, ഇതിനെക്കുറിച്ചൊന്നും തന്നെ BJP നേതാക്കൾ ശബ്ദിക്കുന്നില്ല എന്ന് മാത്രമല്ല, മോഡി ഗ്യാരണ്ടി, ഇതെല്ലാം മോഡി ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. സ്ത്രീ സുരക്ഷ എന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ആ രീതിയിലായിരുന്നു ആ വിഷയം മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പോഴാവട്ടെ ഒരു പച്ചയായ വർഗീയത പച്ചയ്ക്ക് പറയുക, ഈ ഒരു സമീപനമാണ് ഈ 2ാം ഘട്ട പോളിംഗിന് ശേഷം പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം തന്നെ
അവർ പയറ്റുന്ന പ്രധാനപ്പെട്ട ഒരു തന്ത്രം വർഗീയത ആളിക്കത്തിക്കുക. കാരണം അവർക്ക് മനസ്സിലായി ഇവർ ഉന്നയിക്കുന്ന ഈ മോഡി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം അതിൻ്റെ ഭാഗമായുള്ള ബേട്ടി ബച്ചാവോയും നാരീശക്തി ഇതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തില്ല. കാരണം ജനങ്ങൾക്കറിയാം ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ബംഗാളിൻ്റെ സാഹചര്യം പറഞ്ഞാൽ തികച്ചും കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ബംഗാളിൽ ഇവിടെ സന്ദേശ് ഗാലിയിൽ നടന്ന ആ ഒരു വിഷയത്തിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നം പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ജ്യോതി ബസു സർക്കാർ 1977 നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ അട്ടിമറിയാണ് അവിടെ നടക്കുന്നത്. അന്ന് ജ്യോതി ബസു സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ പശ്ചിമ ബംഗാളിൽ ഇവിടെ സമഗ്രമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. നമ്മൾ ഇവിടെ എല്ലാം ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു 4-5 ഏക്കറെങ്കിലും കൃഷിഭൂമി ഇല്ലാത്ത ആൾക്കാരെ കാണുക എന്നത് വളരെ പ്രയാസമാണെന്ന് പറയാം. ഇവിടെ പാവപ്പെട്ടവരായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചു. എന്നാൽ ആ ഭൂപരിഷ്കരണ നയങ്ങളുടെ എല്ലാം തന്നെ നഗ്നമായ അട്ടിമറിയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ സന്ദേശ് ഗാലിയിൽ കാണുന്നത്. എന്നാൽ ആ ഒരു വിഷയം ഇടതുപക്ഷമല്ലാതെ മറ്റാൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവിടുത്തെ പ്രശ്നം എന്തെന്നാൽ അവിടെ ഷാജഹാൻ ഷെയ്ഖ് മാത്രമല്ല, ഈ മുക്കിലും മൂലയിലുമുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അവരെല്ലാം തന്നെ ഗുണ്ടായുസം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കുന്നു തുച്ഛമായ വിലയ്ക്ക്. അതുപോലെ ഭൂമി പടയം വയ്ക്കുന്നവർക്ക് ആ ഭൂമി തിരിച്ചു നൽകുന്നില്ല. അങ്ങനെ ഈ ആയിരക്കണക്കിന് കൃഷിഭൂമിയാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്. ആ ഭൂമി കൈക്കലാക്കുന്നതിനനുബന്ധിച്ച് ലൈംഗിക ചൂഷണവും നടന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ BJPയും നരേന്ദ്രമോദിയും തന്നെ എല്ലാം തന്നെ അതിൻ്റെ ലൈംഗിക ചൂഷണം എന്ന ഒരു കാര്യം മാത്രമാണ് ഉയർത്തി കാണിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കപ്പെടുകയും ചില നേതാക്കൾ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശപ്പെടുത്തുകയും ചെയ്യുന്നതിനെപ്പറ്റി ഈ മോദിയോ BJPയോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ആ വിഷയം ഇവിടെ പ്രചാരണ രംഗത്ത് കൊണ്ടുവരുന്നത് CPIMഉം ഇടതുപക്ഷ പാർട്ടികളും മാത്രമാണ്. എന്നാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇവിടെ സമാനമായ രീതിയിലുള്ള ലൈംഗികാതിക്രമങ്ങളെല്ലാം ഈ ഷാജഹാൻ ഷെയ്ഖ് മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും നടത്തിയിട്ടുണ്ട്. മറ്റു പല നേതാക്കന്മാർക്കെതിരെയും സമാനമായ പരാതികളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ BJP തൊടുന്നില്ല. കാരണം ഇവിടെ ഒരു മുസ്ലിം നാമധാരിയെ ലഭിച്ചിരിക്കുന്നു. മുസ്ലിമായ ഒരാളാണ് ഈ കേസിലെ പ്രതി. ആ വിഷയം ആളിക്കത്തിച്ച് ഒരു മുസ്ലിം വിരുദ്ധത പടർത്തുക. ഇപ്പോൾ UPയിലും രാജസ്ഥാനിലും എല്ലാം മോഡി നടത്തിയതുപോലുള്ള കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ബംഗാളിൽ നടത്താൻ സാധിക്കില്ല. കാരണം ബംഗാളിൽ നടത്തിക്കഴിഞ്ഞ് ഇവിടെ ഏതാണ്ട് ഒരു 28% മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്. അവരുടെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് അടർത്തി മാറ്റാതെ BJPക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ബംഗാളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നല്ല അടിയുറച്ച മതേതര വിശ്വാസികളാണ്. ബംഗാളിൻ്റെ ഒരു പൈതൃകം അതാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു ശക്തമായ എതിർപ്പുണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, മോദിക്കറിയാം BJPക്ക് സീറ്റുകൾ കുറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സന്ദേശ് ഗാലി എന്ന പ്രശ്നത്തെ ഒരു വർഗീയ പ്രശ്നമായി ഉയർത്തി കാണിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ എന്ന വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്ത്രീ സുരക്ഷ എന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ CV ആനന്ദ് ബോസിനെതിരായ പരാതിയിലോടുകൂടി തകർന്ന് തരിപ്പണമാവുന്നത്.